10 വർഷത്തെ ഭരണ തുടർച്ചയ്ക്ക് ശേഷം കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ച ഈ വലിയ അധികാരമാറ്റവും പരാജയത്തിന് പിന്നാലെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ക്രിയാത്മകമായ ഇടപെടലുകളും കേരളത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിലെ നിർണായകമായ ഒരു അധ്യായമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ക്യാപ്റ്റൻ എന്ന പദവിയിൽ നിന്നും ഉത്തരവാദിത്തമുള്ള ഒരു പ്രതിപക്ഷ നേതാവിലേക്കുള്ള പിണറായി വിജയന്റെ ചുവടുമാറ്റം സമാനതകളില്ലാത്തതാണ്. തുടർച്ചയായ 10 വർഷം ഭരണചക്രം തിരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അപ്രതീക്ഷിതമായി നേരിട്ട ഈ തിരിച്ചടി രാഷ്ട്രീയ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഞെട്ടലായിരുന്നു. എന്നാൽ പരാജയത്തിന്റെ ആഘാതത്തിൽ തളർന്നു പോകാതെ ജനവിധിയെ വിനയപുരസ്സരം അംഗീകരിച്ചുകൊണ്ട് പിണറായി വിജയൻ നടത്തിയ പ്രതികരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പക്വതയുടെ അടയാളമായാണ് വിലയിരുത്തപ്പെടുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ LDF ക്യാമ്പുകൾ നിശബ്ദമായെങ്കിലും പിണറായി വിജയന്റെ വാക്കുകൾ പ്രവർത്തനങ്ങൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയത്. തോൽവി ഒരു അവസാനമല്ല, മറിച്ച് കൂടുതൽ കരുത്തോടെ തിരിച്ചുവരാനുള്ള പുതിയ തുടക്കമാണ് എന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം തോൽവി വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കുന്ന കമ്മ്യൂണിസ്റ്റ് ശൈലിയുടെ പ്രതിഫലനമാണ്. UDFന്റെ വിജയത്തെ അഭിനന്ദിക്കാനുള്ള മാന്യത കാണിച്ച അദ്ദേഹം ജനാധിപത്യത്തിൽ ജനങ്ങളാണ് അന്തിമ വിധികർത്താക്കളെന്നും ഒരിക്കൽ കൂടി അടിവരയിട്ടു. കഴിഞ്ഞ 2 ടേമുകളിലായി പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് വെച്ച വികസന മാതൃകകൾ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിയിട്ടുണ്ട്. തോൽവി സമ്മതിക്കുമ്പോഴും താൻ നടപ്പിലാക്കിയ പദ്ധതികളിൽ പിണറായി വിജയന് പൂർണ്ണമായ വിശ്വാസമുണ്ട്. കേരളത്തിലെ യുവജനങ്ങളുടെ ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമായി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാങ്കേതികമായി കേരളത്തെ ഉയർത്താനുമുള്ള അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ പ്രതിപക്ഷത്തിരുന്നും അദ്ദേഹം സംരക്ഷിക്കും. കേരളത്തിൽ നിന്നും ദാരിദ്ര്യം തുടച്ചു നീക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച പദ്ധതികൾ പുതിയ സർക്കാർ അട്ടിമറിക്കാതിരിക്കാൻ ശക്തമായ പ്രതിപക്ഷ ജാഗ്രത ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സാധാരണക്കാരുടെ ജീവിതത്തെ ബാധിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ മുടക്കം കൂടാതെ നടപ്പിലാക്കാൻ പുതിയ സർക്കാരിന്മേൽ ജനാധിപത്യപരമായി സമ്മർദ്ദം ചെലുത്തും. ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും ഗൗരവകരമായ സംഗതി BJP 3 സീറ്റുകൾ നേടി നിയമസഭയിലേക്ക് പ്രവേശിച്ചതാണ്. കേരളം എന്നും ഉയർത്തിപ്പിടിച്ച മതേതര മൂല്യങ്ങൾക്ക് ഇതൊരു വലിയ ഭീഷണിയാണെന്ന് പിണറായി വിജയൻ വിശ്വസിക്കുന്നു. വർഗീയതയോടും വിഭജന രാഷ്ട്രീയത്തോടും സന്ധി ചെയ്യാതെ പോരാട്ടം തുടരുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ മതേതര വിശ്വാസികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. കേരളത്തിന്റെ ബഹുസ്വരത തകർക്കാൻ ശ്രമിക്കുന്ന ഏത് ശക്തിയും നേരിടാൻ ഇടതുപക്ഷം മുന്നിലുണ്ടാകും. മതേതരത്വം സംരക്ഷിക്കുന്ന കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടുകളിൽ പാളിച്ചകൾ തുറന്നു കാട്ടാനും പിണറായി വിജയൻ മടിക്കില്ല. തിരഞ്ഞെടുപ്പ് കാലത്ത് നേരിടേണ്ടി വന്ന കൂടുതൽ കടുത്ത ആക്രമണങ്ങളെയും മാധ്യമ വിചാരണകളെയും കുറിച്ചും പിണറായി വിജയന് വ്യക്തമായ നിലപാടുണ്ട്. ചില മാധ്യമങ്ങൾ വസ്തുതാവിരുദ്ധമായ വാർത്തകൾ പ്രചരിപ്പിച്ചുവെന്നും അർത്ഥസത്യങ്ങൾ നിരത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു. കോർപ്പറേറ്റ് ബുദ്ധി കേന്ദ്രങ്ങളിൽ നിന്നും രൂപപ്പെട്ട നുണക്കഥകൾ ഇടതുപക്ഷത്തെ താൽക്കാലികമായി തളർത്തിയിട്ടുണ്ടാകാം. എന്നാൽ ജനങ്ങൾക്കിടയിലുള്ള വിശ്വാസം വീണ്ടെടുക്കാൻ വസ്തുതകൾ നിരത്തി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനാധിപത്യത്തിന്റെ 4ാം തൂണായ മാധ്യമങ്ങൾ പുലർത്തേണ്ട ഉത്തരവാദിത്തം മറന്നുവെന്ന വിമർശനം അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു. പരാജയം ഒരു ആത്മപരിശോധനയ്ക്കുള്ള അവസരമായാണ് പിണറായി വിജയൻ കാണുന്നത്. താഴെത്തട്ടിലുള്ള പ്രവർത്തകരിൽ നിന്നും നേരിട്ട് അഭിപ്രായം സ്വീകരിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുമുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തിലോ ഭരണത്തിലോ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ജനാധിപത്യപരമായി പരിശോധിക്കപ്പെടും. പുതിയ തലമുറയുടെ കാഴ്ചപ്പാടുകളും ആഗ്രഹങ്ങളും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നതിൽ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് LDF ഗൗരവകരമായി ആലോചിക്കും. കേവലം എതിർപ്പിന് വേണ്ടി എതിർക്കുക എന്ന ശൈലിയല്ല പിണറായി വിജയൻ ലക്ഷ്യമിടുന്നത്. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന UDF സർക്കാരിന്റെ ഏത് നല്ല നടപടിയും പിന്തുണയ്ക്കാൻ LDF തയ്യാറാണ്. എന്നാൽ അഴിമതിക്കോ അനാവശ്യ ധൂർത്തിനോ സർക്കാർ മുതിർന്നാൽ അത് ചോദ്യം ചെയ്യാൻ മുൻനിരയിൽ പിണറായി വിജയൻ ഉണ്ടാകും. മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള തന്റെ അനുഭവ സമ്പത്ത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സർക്കാരിനെ തിരുത്താനായി അദ്ദേഹം ഉപയോഗിക്കും. കേരള ജനതയുടെ വിശ്വാസം വീണ്ടെടുക്കാൻ കൂടുതൽ ശക്തമായി തിരിച്ചുവരുമെന്ന വാക്കുകളോടെയാണ് അദ്ദേഹം തന്റെ പ്രസ്താവന അവസാനിപ്പിച്ചത്. CPM എന്ന പ്രസ്ഥാനം പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് കൂടുതൽ ശക്തമായ അടിത്തറയോടെ തിരിച്ചുവന്ന ചരിത്രമാണ് കേരളത്തിനുള്ളത്. ആ ചരിത്രം ആവർത്തിക്കുമെന്ന ദൃഢനിശ്ചയമാണ് പിണറായി വിജയന്റെ ഓരോ വാക്കുകളിലും നിഴലിക്കുന്നത്. പിണറായി വിജയൻ എന്ന നേതാവിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പരീക്ഷണ ഘട്ടമാണിത്. ഭരണം നഷ്ടപ്പെട്ടെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ താൻ നിർമ്മിച്ചെടുത്ത വികസനത്തിന്റെയും കരുത്തിന്റെയും ഇമേജ് നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിക്കുമോ എന്നാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്. നുണക്കഥകളെക്കാൾ വലിയതാണ് യഥാർത്ഥ ജീവിതത്തിലെ വികസനം എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. വരാനിരിക്കുന്ന നാളുകളിൽ കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിധികൾ നിശ്ചയിക്കുന്നതിൽ പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവ് വലിയ പങ്കുവഹിക്കും. പരാജയപ്പെട്ടെങ്കിലും തളരാതെ ഈ പഴയ വിജയൻ കേരളത്തിലെ പുതിയ ഭരണകൂടത്തിന് ഉറക്കമില്ലാത്ത രാത്രികൾ സമ്മാനിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. ജനാധിപത്യത്തിന്റെ സൗന്ദര്യം ഇത്തരം മാറ്റങ്ങളിലാണെന്നും അത് ഉൾക്കൊള്ളാൻ താൻ തയ്യാറാണെന്നും തെളിയിച്ചുകൊണ്ട് പിണറായി വിജയൻ തന്റെ പുതിയ രാഷ്ട്രീയ യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്.